ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് അളവിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറിയിലേക്ക് വേവിച്ച ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിച്ച ബീഫാണ്. തക്കാളി, ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ച ബീഫാണ് കേട്ടോ. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ്, മുളക്, മഞ്ഞൾ ചേർത്തിട്ട് വേവിച്ച ബീഫ് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ അത്രയും മതി. അപ്പോൾ ഞാനിവിടെ കറിയിൽ തന്നെ ഒന്നിച്ച് വേവിച്ച ബീഫ് തന്നെ എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് മസാലകളൊക്കെ ചേർത്ത കാരണം തന്നെ പിന്നെ എക്സ്ട്രാ ഇതിലേക്കൊന്നും ചേർക്കണില്ല. ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിട്ടിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നിങ്ങൾ മസാല മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കാനില്ല കേട്ടോ. ചൂടാറിയിട്ട് വേണം നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് തന്നെ പകുതി മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ റോൾ ചെയ്യാം. ഞാനൊരു ഷീറ്റ് മുഴുവനായിട്ട് എടുത്തിട്ട് തന്നെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മൈദയും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് മൈദയും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ ഉള്ളിലെ ഫില്ലിങ് പുറത്ത് വരുന്നില്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ പുറത്ത് പൊട്ടി പോകുന്നില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത കാരണം തന്നെ മസാല അതുപോലെ തന്നെ നിൽക്കും. ഇനി ഇതുപോലെ മൈദയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മളിത് സേമിയയിലൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ മിക്സിലും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ഞാനിപ്പോൾ മൈദയും വെള്ളവും തന്നെ നമ്മൾ കലക്കിയെടുത്തത് തന്നെ അതിൻ്റെ ആ ഒരു രണ്ടറ്റ ഭാഗം ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് സേമിയയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. സമൂസ ഷീറ്റ് എപ്പോഴും വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു രണ്ട് ഭാഗവും സേമിയയുടെ ആ ഒരു ക്രിസ്പ്നെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിൻ്റെ ഒരു മസാലയൊക്കെ കൂടെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ ബീഫിന് പകരം വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് ഭാഗമായി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.